ഹലോ, സൈബർ സാമ്പാർ 009 അല്ലേ? ഇന്നലെ രാത്രി ഞാൻ വിളിച്ചായിരുന്നു. അതെ, സൈബർ സാമ്പാർ 009 ആണ്. ടാർഗറ്റിന് ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടോ? അതൊക്കെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. അവൻ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അവന്റെ ലൊക്കേഷൻ എവിടെയാണ്, അവന്റെ അഡ്രസ് അടക്കം എനിക്ക് കിട്ടണം. നിങ്ങളുടെ ശബ്ദം എന്തെങ്കിലും ഇരിക്കുന്നത്? അതെനിക്ക് എന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഉദ്ദേശമില്ല. അല്ല, നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പത്രക്കളത്തിലാണോ ജോലി? നിങ്ങൾ പോലീസാ? അല്ല. മറ്റോ കള്ളനാ? അല്ലേ അല്ല. പിന്നെ അതിനാ വല്ലവന്റെ കാര്യം അന്വേഷിച്ചടക്കുന്നത്? ചക്കച്ചുള്ള പോലെ കാശ് തരുന്നില്ലയോ? ഇങ്ങോട്ട് ചോദ്യം ചോദിക്കില്ലേ? മഴപ്പിണ്ടി വീട്ടിൽ രാജപ്പന്റെ മൊന്നാപ്പിച്ചിത്ത് വെള്ളച്ചിലെടുക്കല്ലേ? സാമ്പാറണ്ണ, നിങ്ങൾ തീയാണല്ലേ? കേബിൾ ടി വി ഒക്കെ എങ്ങനെ ഹാക്ക് ചെയ്ത്? നീ വിളിച്ച കാര്യം പറഞ്ഞ എന്റെ പൊന്ന് സാമ്പാറണ്ണ, നിങ്ങൾ ഇത് കേൾക്കണം. ഇവന്റെ പേര് വിഷ്ണു. 8 വീൽ ഇവൻ എന്ന് കാല് കുത്തിയോ അന്ന് തെറിച്ചു പോയത് എന്റെ ഫസ്റ്റ് റാങ്ക്. അടുത്തത്തെ കാര്യം പോട്ടെ, ഞാൻ എന്ത് ചെയ്താലും ഇവൻ അതിന്റെ വേൾ ഒന്നെടുത്ത് വെക്കും. ഞാൻ ഉച്ചയ്ക്ക് മുട്ട പൊരിച്ചു വിട്ടാൽ അവൻ കോഴിയെ പൊരിച്ചു വിട്ടരും. 4 കൊല്ലം ഞാൻ പുറകെ നടന്നിട്ട് വീഴാത്ത ശ്രീലക്ഷ്മിനെ അവൻ 4 ദിവസം കൊണ്ട് സെറ്റാക്കി. ഇന്റർവെല്ലിന് മുള്ളാൻ ഇറങ്ങിയിട്ട് അവൻ ആദ്യം ചെന്ന് മുള്ളി തീർത്തിട്ട് ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ പോയിരിക്കും. പക്ഷെ +2 കഴിഞ്ഞിട്ട് അവൻ ഒരു ഒറ്റ മുങ്ങലായിരുന്നു. അവൻ എവിടാന്ന് പോലും അറിയത്തില്ല. ഇനി അവനെങ്ങാണം വല്ല എലോൺ മസ്ക് മെലോണോ ആയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എങ്ങനെയും അവന്റെ അഡ്രസ് ഒന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ. അതിന് അവൻ പോയിട്ട് 3-4 വർഷമായില്ലേ? ഇനി എന്തിനാ പുറകെ പോയി വേറെ വള്ളി പിടിക്കുന്ന? വള്ളി പിടിക്കാനൊന്നുമില്ല, അവനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാ. എന്ത് ഗിഫ്റ്റ്? അത് ഒരു ഈസ്റ്റർ എഗ്ഗാ, മറ്റേ പടമൊക്കെ വരച്ച്. കൂടോത്രം അല്ലെന്ന് ഞാൻ തർക്കിക്കുന്നില്ല. പിന്നെ കാര്യത്തിലേക്ക് വരാം. ഞാനേ അവരുടെ നമ്പർ വെച്ച് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നോക്കട്ടെ. അവൻ എറണാകുളത്ത് വൈറ്റില പാലത്തിന്റെ അടുത്ത്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ടില്ല? എന്ത് ഇൻസ്റ്റിറ്റ്യൂട്ടില്? IIC ലക്ഷ്യ. അപ്പൊ ഇതാണല്ലേ അവൻ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നത്. അവൻ മെയിൻ ആകാനുള്ള പരിപാടിയെ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് അവനെ പൂട്ടിക്കണം. ഓക്കെ, CCTV ആക്സസ് കിട്ടുമോ നോക്കട്ടെ. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഫാൻസി. ആ ബിൽഡിങ്ങിന്റെ ഭംഗി ആസ്വദിച്ചോണ്ടിരിക്കാതെ ആളത്തപ്പെടും. എത്ര ചില്ലറ പണിയല്ല. ഫേഷ്യൽ റെക്കഗ്നിഷൻ ഒക്കെ റൺ ചെയ്യണം. ടൈം എടുക്കും. അത് ശരി. എന്റെ വീട്ടിലെ കേബിൾ TV ആക്കിയാൽ എനിക്ക് വലിയ ഉത്സാഹമായിരുന്നല്ലോ. കാശ് എണ്ണി വായിച്ചിട്ട് ആ പണിയെ അറിയില്ലേ? എന്നെ കൊണ്ട് വല്ല നടക്കൂടൂ. മിസ്റ്റർ മര്യാദക്ക് സംസാരിച്ചത് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്റെ കയ്യിലാണ്. അയ്യേ, താനിതാ എവിടെയാണ് പഠിക്കണം? അത് +2 കഴിഞ്ഞിട്ട് എന്താ വേണമെന്ന് അറിയാൻ മറ്റേ ബികോം. അവിടെ തിരുപ്പൂരാ. താരേനെ ഡ്യൂട്ടി കോളേജിലാണ് പഠിക്കുന്നത്. ആ മറ്റവനെ ബുദ്ധിയുണ്ട്. അവനെ ബികോമും ACC ഒരുമിച്ചാ പഠിക്കണം. ഒരു പഠിക്ക് 2 പക്ഷി. 21 വയസ്സിൽ അവന്റെ ലൈഫ് സെറ്റാ. താൻ അവന്റെ മാർക്കും പൊരുമ്പാതെ അവനെ പോയി കണ്ടുപിടിക്കും. ഓ, ഞാൻ ആ പ്രോഗ്രാം റൺ ചെയ്തോണ്ടിരിക്ക. അവൻ ക്ലാസ്സിലില്ല, ഹാങ് ഔട്ട് ഏരിയാസിലും ഇല്ല. ACC and CMA US റിസൾട്ടിൽ അവന്റെ ഫോട്ടോ കണ്ടിട്ടാ. മൊത്തം 429 പിള്ളേര് പാസ്സായി. ഷോപ്പിംഗ് മോളിന്റെ വലിപ്പമുള്ള ഫാമിലിയാണല്ലോ. ചോറായോ? എടാ മോനെ, ആളെ കിട്ടി. കിട്ടിയാ? അവനിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുക? അവൻ ചായയും പപ്സും കഴിച്ചോണ്ടിരിക്കണം. എടോ, അവന്റെ നീക്കങ്ങൾ നോക്കി പറയണോ? അവൻ എങ്ങോട്ട് പോകുന്നതെന്ന് നോക്കിട്ട് അവന്റെ അഡ്രസ് കണ്ടുപിടിച്ചാ. എടോ, ആകെ 2500 രൂപയാണ് തനി പണിക്ക് എനിക്ക് തന്നത്. ഒരു കാര്യം ചെയ്യാം, അവന്റെ ഫോണിൽ ഞാൻ ട്രാക്കർ ഇൻസ്റ്റാൾ ചെയ്ത് തരാം. താൻ അത് നോക്കി. അങ്ങനെങ്കിൽ അങ്ങനെ എന്താന്ന് വെച്ചാൽ വേഗം ചെയ്യും. കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്നാക്കണേ. ഹലോ ഹലോ, വല്ലതും കിട്ടുവോ? അപ്പഴോ അമ്മേ, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം. ഞാൻ വേണേ ഒരു 1000 രൂപ കൂട്ടി തരാം കേട്ടോ.